ഓക്കെ, അപ്പൊ ഇതാണ് JIB പേപ്പർ 1 ഇന്ത്യൻ എക്കോണമിയുടെ ടോപ്പിക്കാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് MCQs സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് വൺ, വിച്ച് ഈസ് ട്രൂ വിത്ത് കോൺസെപ്റ്റ് ഓഫ് മിക്സഡ് എക്കോണമി? മിക്സഡ് എക്കോണമി ജസ്റ്റ് ഒന്ന് ഗസ് ചെയ്ത് നോക്കാം. മിക്സഡ് എക്കോണമി, അതെ. ഫ്രീ മാർക്കറ്റ് എക്കോണമി, മിക്സഡ് എക്കോണമി. ഫ്രീ മാർക്കറ്റും സിസ്റ്റം ഓഫ് കമാൻഡ്, ഇതായിരിക്കും ഇതിന്റെ ആൻസർ. ഫ്രീ സിസ്റ്റം ഓഫ് മാർക്കറ്റ്, കമാൻഡ്. സിസ്റ്റം ഓഫ് കമാൻഡ്. സിസ്റ്റം ഓഫ് കമാൻഡ് എന്ന് വെച്ചാൽ ഒരു സെൻട്രൽ അതോറിറ്റി കാണും, ഒരു സെൻട്രൽ അതോറിറ്റി, അതായത് കമ്പൈൻസ് എലിമെന്റ്സ് ഓഫ് മാർക്കറ്റ് എക്കോണമി ആൻഡ് എലിമെന്റ്സ് ഓഫ് പ്ലാന്റ് എക്കോണമി. സോഷ്യലിസം ക്യാപിറ്റലിസത്തിന്റെ ഒരു മിക്സ് ആണ്. അതിനകത്ത് പ്രൈവറ്റ് സെക്ടർ കാണും, പബ്ലിക് സെക്ടർ കാണും. മാർക്കറ്റ് എക്കോണമി ആയിരിക്കും, കുറെ ക്യാപിറ്റലിസം ബേസ്ഡ് ഉള്ള ഫീച്ചേഴ്സ് കാണും. പക്ഷെ സ്ട്രോങ് ആയിട്ട് ഒരു സെൻട്രൽ ഗവൺമെന്റോ അങ്ങനെ സെൻട്രൽ അതോറിറ്റിയുടെ ഡോമിനൻസ് കാണാം. ഈ ഡോമിനൻസ് ഓഫ് സെൻട്രൽ അതോറിറ്റിയാണ് നമ്മൾ കമാൻഡ് എക്കോണമി എന്ന് വിളിക്കുന്നത്. കമാൻഡ് എക്കോണമി. ഓക്കെ, ഒരു സെൻട്രൽ അതോറിറ്റി ഭയങ്കര സ്ട്രോങ് ആയിട്ട് കാണും, അതിന് കമാൻഡ് എക്കോണമി വരും. ഫ്രീ മാർക്കറ്റ് കോൺസെപ്റ്റ് എന്ന് പറയുമ്പോൾ പ്രൈവറ്റൈസ്ഡ് കമ്പനീസിന് ഫ്രീ ആയിട്ട് ഓപ്പറേറ്റ് ചെയ്യാം. ക്യാപിറ്റൽ എല്ലാം പ്രൈവറ്റ്, സർക്കാർ കൺട്രോളിലല്ലായിരിക്കും കൂടുതൽ കമ്പനീസും. മാർക്കറ്റ് ആണ് സാധനത്തിന്റെ വിലകളെല്ലാം ഡിസൈഡ് ചെയ്യുന്നത്, അല്ലാണ്ട് ഗവൺമെന്റ് ഇന്റർഫിയർ ചെയ്യത്തില്ല അതിലൊന്നും. അങ്ങനത്തെയാണ് ഫ്രീ മാർക്കറ്റ് എക്കോണമി. അപ്പോൾ ഈ മിക്സഡ് എക്കോണമി പറയുമ്പോൾ ബ്ലെൻഡ് ഓഫ് ഫ്രീ മാർക്കറ്റ് എക്കോണമി ആൻഡ് സിസ്റ്റം ഓഫ് കമാൻഡ് ആണ് ഇതിന്റെ ആൻസർ. ഓപ്ഷൻ സി ആണ്. പിന്നെ ഇതും വരാം, സോഷ്യലിസം ക്യാപിറ്റലിസം രണ്ടിന്റെയും കൂടെ മിക്സും ആണെന്ന് പറയാം. ഓക്കെ, സോ ഓപ്ഷൻ സി ഇസ് ദ കറക്റ്റ് ആൻസർ. കുറെ ടൈപ്സ് ഇതിനകത്ത് പറയുന്നുണ്ട്. പിന്നെ വേറെ ടൈപ്സ് എന്താ വെച്ചാൽ സബ്സിസ്റ്റൻസ് എക്കോണമി. അങ്ങനെ പറഞ്ഞാൽ പ്രൊഡ്യൂസിംഗ് ഫോർ വൺ സെൽഫ് എക്കോണമി ഡയറക്റ്റഡ് ടു ബേസിക് സബ്സിസ്റ്റൻസ്, ഫുഡ്, ക്ലോത്തിങ്, ഷെൽട്ടർ. അതിനുവേണ്ടി മാത്രം എൻ്റർ ചെയ്യുന്ന ഒരു എക്കോണമി ആയിരിക്കും. മാർക്കറ്റ്സ് അത്ര ഓപ്പൺ അല്ലായിരിക്കും, പക്ഷെ ബേസിക് കാര്യങ്ങൾ മാത്രം നടന്നു പോകുന്ന ഒരു എക്കോണമിയാണ് സബ്സിസ്റ്റൻസ് എക്കോണമി. ട്രഡീഷണൽ എക്കോണമി എന്ന് പറയുമ്പോൾ ഫോർ സ്പോർട്ട് ബിലീഫ്സ് ആൻഡ് കൾച്ചർ, ഓൾ ട്രഡീഷൻസ് ആർ റെസ്പെക്ടഡ് ആൻഡ് ഫോളോഡ്. ഇപ്പൊ പല ആഫ്രിക്കയിലെയൊക്കെ കിങ്ഡംസ് ആണ്, അവർക്ക് ഇപ്പോഴും പലതരം ട്രഡീഷണൽ എക്കോണമീസ് ആണ്. ഓക്കെ, സോ നമ്മുടെ ഓപ്ഷൻ സി ആണ്. ഇപ്പൊ നമ്മൾ മിക്സഡ് എക്കോണമി ഉണ്ട്, ക്യാപിറ്റലിസ്റ്റ് എക്കോണമി ഉണ്ട്, അല്ലെ ഫ്രീ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ക്യാപിറ്റലിസ്റ്റ് എക്കോണമിയാണ്. പിന്നെ മിക്സഡ് എക്കോണമി, കമാൻഡ് എക്കോണമി, സബ്സിസ്റ്റൻസ് എക്കോണമി, ഇതൊക്കെയാണ് ടൈപ്സ് ഓഫ് എക്കോണമി. ഇതിൽ നിന്നൊരു ക്വസ്റ്റ്യൻ എക്സ്പെക്ടഡ് ആണ് ഈ ടോപ്പിക്കിന്. ഓക്കെ, ഇത് തേർഡ് സ്റ്റേജ് ഓഫ് ഡെമോഗ്രാഫിക് ട്രാൻസിഷൻ. ഡെമോഗ്രാഫിക് ട്രാൻസിഷൻ എന്ന് പറയുമ്പോൾ ഇതിനകത്ത് എപ്പോഴും നമ്മുടെ ബർത്ത് റേറ്റ്, ഒരു രാജ്യത്തിന്റെ ബർത്ത് റേറ്റ്, ഡെത്ത് റേറ്റ്, ഫെർട്ടിലിറ്റി റേറ്റ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുമ്പോൾ ഡെമോഗ്രാഫിക് എന്ന് പറഞ്ഞാൽ പോപ്പുലേഷനുമായിട്ട് റിലേറ്റഡ് ആണ്. ഡെമോഗ്രാഫിക്സ് മീൻസ് പോപ്പുലേഷൻ റിലേറ്റഡ്. അപ്പൊ ഇന്ത്യയുടെ പോപ്പുലേഷൻ ഏത് സ്റ്റേജിലാണെന്നുള്ളതിന്റെ ഒരു ചോദ്യമാണ്. ജസ്റ്റ് ആദ്യം നമുക്ക് ഇതിന്റെ ഒരു എക്സ്പ്ലനേഷൻ വായിക്കാം. ആസ് പെർ പോപ്പുലേഷൻ സെൻസസ് ഡെത്ത് റേറ്റ്സ് ആർ ഡിക്ലൈനിങ് ഇൻ ഇന്ത്യ. ഓക്കെ, ഡെത്ത് റേറ്റ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. 1000 ആൾക്കാരിൽ നേരത്തെ 100 പേര് മരിക്കുന്നുണ്ട് എല്ലാ വർഷവും, ഇപ്പൊ ചിലപ്പം 50 പേരേ ഉള്ളൂ. ആ ഡെത്ത് റേറ്റ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ബർത്ത് റേറ്റും കുറയുന്നുണ്ട്. ബർത്ത് റേറ്റ് ഇപ്പൊ പക്ഷേ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ കുറയുന്നുണ്ട്. ചില രാജ്യങ്ങൾ ഒഴിച്ച്, ഇപ്പൊ നോർത്ത് ഇന്ത്യയിലെ ചില രാജ്യങ്ങൾ, ബീഹാർ, UP-യിലൊക്കെ ഭയങ്കരമായിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ കേരളം പോലുള്ള രാജ്യങ്ങളിൽ ബർത്ത് റേറ്റ്, അതായത് പെർ 1000 എത്ര പുതിയ കുഞ്ഞുങ്ങൾ ജനിക്കുന്നു എന്നുള്ള ഒരു ഇതാണ്. അപ്പം ഒരു വർഷം. അപ്പം ചില പ്രൊവിൻസ് ഒഴിച്ചിട്ട് ഇന്ത്യ എന്ന് പറയുന്നത് തേർഡ് സ്റ്റേജ് ഓഫ് ഡെമോഗ്രാഫിക് ട്രാൻസ്ഫോർമേഷൻ. എന്താണ് ഫസ്റ്റ് സെക്കൻഡ് എന്താണെന്ന് വെച്ചാൽ, ഫസ്റ്റ് സ്റ്റേജിൽ ബർത്ത് ആൻഡ് ഡെത്ത് റേറ്റ്സ് വിൽ ബി ഹൈ ആസ് പെർ ഡെമോഗ്രാഫിക് ട്രാൻസ്ലേഷൻ തിയറി. ബർത്ത് റേറ്റും ഹൈ ആയിരിക്കും, ഡെത്ത് റേറ്റും ഹൈ ആയിരിക്കും. അതാണ് നമ്മൾ ഈ ഇൻഡിപെൻഡൻസ് സമയത്തൊക്കെ ഇന്ത്യയിൽ സംഭവിച്ചത്. ആൾക്കാർ 10 പിള്ളേരുണ്ടാവുന്നുണ്ട് ഫാമിലിയിൽ, പക്ഷെ അതിൽ 3-4 പേര് മരിക്കുന്നുണ്ട്. വളരെ ഫാസ്റ്റ് ആയിട്ട് ബർത്ത് നടക്കും, പക്ഷെ അതിനനുസരിച്ച് അവരെ സർവൈവ് ചെയ്തില്ല. അപ്പോൾ ഡെത്ത് റേറ്റും ഹൈ ആയിരിക്കും. അതിനാണ് സ്റ്റേജ് 1 എന്ന് പറയുന്നത്. സ്റ്റേജ് 2 എന്ന് പറയുമ്പോൾ ഡെത്ത് റേറ്റ് കുറഞ്ഞു കിട്ടും, ബർത്ത് റേറ്റ് അപ്പോഴും ഹൈ ആയിരിക്കും. അതാണ് നമ്മൾ ഇൻഡിപെൻഡൻസിന് ശേഷം ചിലപ്പോൾ ഒരു 90s, early 2000 വരെയൊക്കെ നമ്മൾ അങ്ങനെ ആയിരുന്നു. ഡെത്ത് റേറ്റ് കുറഞ്ഞു, ബർത്ത് റേറ്റ് കുറച്ച് കൺട്രോൾ എന്നാലും ഹൈ ആയിരുന്നു. തേർഡ് സ്റ്റേജിൽ എന്താന്ന് വെച്ചാൽ, അത് ഫോർത്ത് സ്റ്റേജ് ആണ്. ഫോർത്ത് സ്റ്റേജ് ആണ് രണ്ടും കുറയും, ബർത്ത് റേറ്റ്, ഫെർട്ടിലിറ്റി റേറ്റ് ഇതെല്ലാം കുറയും, ഡെത്ത് റേറ്റും കുറയും. ഇപ്പം അഡ്വാൻസ്ഡ് എക്കോണമി അമേരിക്ക, UK അല്ലെ യൂറോപ്യൻ കൺട്രീസിലൊക്കെ എന്ന് വെച്ചാൽ ബർത്ത് റേറ്റും വളരെ കുറവാണ്. ഒരു വീട്ടിലെ പിള്ളേർ ആവറേജ് 1 or 2 മാക്സിമം. പിന്നെ ഡെത്ത് റേറ്റും ആൾക്കാർ ലോങ് ലൈഫാണ്, അത്ര പെട്ടെന്ന് മരിക്കാറില്ല. അപ്പൊ അത് അഡ്വാൻസ് സ്റ്റേജ് ആണ്. ഇപ്പൊ സ്റ്റേജ് 4, അതിലാണ് ഷ്രിങ്കിങ് ഓഫ് പോപ്പുലേഷൻ നടക്കുന്നത്. ഇപ്പം ജപ്പാൻ ഒക്കെ ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ്. അവിടെ ബർത്ത് റേറ്റ് വളരെ കുറവാണ്, ഓൾഡ് ഏജ് പോപ്പുലേഷൻ ആണ് കൂടുതലും. അപ്പൊ അത് സ്റ്റേജ് 4 കൺട്രീസ്. ഇന്ത്യ എന്ന് പറയുമ്പോൾ സ്റ്റേജ് 3 ആണ്. സ്റ്റേജ് 3 എന്താ വരുന്നതെന്ന് വെച്ചാൽ, ബർത്ത് റേറ്റ് അതല്ല, ഡെത്ത് റേറ്റ്സ് ആർ ലോ ആൻഡ് ബർത്ത് റേറ്റ് ഡിമിനിഷസ്. ഓപ്ഷൻ സി ആയിരിക്കണം. ഓപ്ഷൻ സി ആണ് നമ്മുടെ അവസ്ഥ. ഓക്കെ, അതായത് ഡെത്ത് റേറ്റ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, പക്ഷെ ബർത്ത് റേറ്റ് എന്ന് വെച്ചാൽ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഡെത്ത് റേറ്റ് കുറവാണ്, ഓൾറെഡി കുറവായി കഴിഞ്ഞു നേരത്തെ കാട്ടിലും. ഇത് സ്റ്റേജ് 3 എന്ന് പറയും. സ്റ്റേജ് 3.
ഇപ്പൊ സ്റ്റേജ് 1 രണ്ടും കൂടുതലായിരിക്കും, ബർത്തും ഡെത്തും രണ്ടും കൂടുതലായിരിക്കും. സ്റ്റേജ് 2 എന്ന് പറഞ്ഞാൽ ഡെത്ത് റേറ്റ് കുറഞ്ഞു തുടങ്ങും, പക്ഷെ ബർത്ത് റേറ്റ് ഇപ്പോഴും ഹൈ ആയിരിക്കും. സ്റ്റേജ് 3 നമ്മുടെ ഡെത്ത് റേറ്റും ലോ ആയി ബർത്ത് റേറ്റ് കുറഞ്ഞു തുടങ്ങി. സ്റ്റേജ് 4 എന്ന് പറഞ്ഞാൽ രണ്ടും കുറയും, ബർത്ത് റേറ്റും ഡെത്ത് റേറ്റും വളരെയധികം കുറയും. ഷ്രിങ്കിങ് പോപ്പുലേഷൻ. ഓക്കെ. തേർഡ് ക്വസ്റ്റ്യൻ, ബാലൻസ്ഡ് ഡെവലപ്മെന്റ് ഇസ് എസെൻഷ്യൽ ഫോർ ഡാഷ് ദ എക്കോണമി. സസ്റ്റൈനബിൾ എക്കോണമി. ഇത് നമുക്ക് ഗസ് ചെയ്യാവുന്നതാണ്. സസ്റ്റൈനബിൾ ഗ്രോത്ത് ബാലൻസ് ലോങ് ടേം ഗ്രോത്ത് ആണ് വേണ്ടത്. എക്കണോമി വിൽ ബി ഗ്രോയിങ് അക്രോസ് ഓൾ സെക്ടേഴ്സ്, നോട്ട് ഓൺ വൺ സെക്ടർ ഓർ ഇൻഡസ്ട്രി. എല്ലാ സെക്ടറും ഗ്രോ ആകും, ബാലൻസ് ആയിട്ട് ഗ്രോ ചെയ്യും. ഓപ്ഷൻ എ കറക്റ്റ്. ഇൻഫ്ലേഷൻ കുറവായിരിക്കും. ഓക്കെ, നെക്സ്റ്റ്. ഈ നമ്മുടെ സെക്ടേഴ്സ് എല്ലാം നമ്മുടെ ജോലികളെ പല സെക്ടേഴ്സ് ആയിട്ട് തിരിച്ചിടും. പ്രൈമറി സെക്ടർ എന്ന് പറയുമ്പോൾ അഗ്രികൾച്ചർ, ഡയറക്റ്റ് നേച്ചർ, ഫോറസ്ട്രി, ഫിഷറി, ഇതൊക്കെ പ്രൈമറി സെക്ടറിൽ വരും. സെക്കൻഡറി എന്ന് പറയുമ്പോൾ മാനുഫാക്ചറിങ്, പ്രൊഡക്ഷൻ, മാനുഫാക്ചറിങ്, റോ മെറ്റീരിയൽ, ഇത് ടോട്ടലി റോ മെറ്റീരിയൽസ് ആയിരിക്കും പ്രൈമറി. സെക്കൻഡ് സ്റ്റേജ് റോ മെറ്റീരിയൽ ഫിനിഷ്ഡ് ഗുഡിലോട്ട് കൺവേർട്ട് ചെയ്യുന്ന ആ പ്രോസസ്സ്. ഇപ്പൊ മാനുഫാക്ചറിങ്, ഫാക്ടറി. ടെറിഷറി എന്ന് പറയുന്നത് സർവീസസ്, ഇപ്പൊ സോഫ്റ്റ്വെയർ, ബാങ്കിങ്, സർവീസസ് സെക്ടർ. ഇതിന്റെ തന്നെ ഒരു പാർഷനാണ് ക്വേനറി എന്ന് പറയുന്നത്. ഇതെന്ന് പറയുന്നത് ഇതിനകത്ത് തന്നെ നോളജ് എക്കോണമി ആയിട്ട് വർക്ക് ചെയ്യുന്ന കുറെ ആൾക്കാരുണ്ട് സർവീസ് സെക്ടർ. നോളജ് എക്കോണമി അതുവരാരൊക്കെയാണ് ഡോക്ടേഴ്സ്, ചാർട്ടേഡ് അക്കൗണ്ട്സ്, CAs, അതിൽ PhD റിസർച്ച് ചെയ്യുന്ന ആൾക്കാർ. ഇവരൊക്കെ നോളജ് എക്കോണമി ബേസ്ഡ് ആണ്. ടീച്ചേഴ്സ്, അപ്പൊ അവരെ സർവീസ് സെക്ടർ തന്നെയാണ്. അതിലും ഇങ്ങനെ സ്പെഷ്യലൈസ്ഡ് ആണ് നോളജ് എക്കോണമി എന്ന് പറയുന്നത്. അപ്പൊ ഡയറി, ഫിഷിംഗ്, ഫോറസ്ട്രി ആർ എക്സാമ്പിൾസ് ഓഫ് വിച്ച് സെക്ടർ? പ്രൈമറി സെക്ടർ. പ്രൈമറി സെക്ടർ, എ ഇസ് ദാറ്റ്. അപ്പൊ പ്രൈമറി സെക്ടർ എന്ന് പറയുമ്പോൾ നാച്ചുറൽ റിസോഴ്സസ്, എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് നാച്ചുറൽ റിസോഴ്സസ് ആയിരിക്കും അതിനകത്ത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് കംസ് അണ്ടർ ടെറിഷറി സെക്ടർ? ടെറിഷറി സെക്ടർ എന്ന് പറയുമ്പോൾ ഏതാ? സർവീസസ്, ഇത് സർവീസ് അല്ലേ? ട്രാൻസ്പോർട്ട്. അതെ, ട്രാൻസ്പോർട്ട്, ലോജിസ്റ്റിക്സ്, ഇതൊക്കെ സർവീസ് സെക്ടറിൽ വരും. ലോഗിംഗ് എന്ന് പറയുമ്പോൾ വുഡ് ലോഗിംഗ്, ഇതൊക്കെ പ്രൈമറി ആണ്. തടി അറക്കൽ, വുഡ് ലോഗിംഗ് പ്രൈമറി. ഇത് വുഡ് പ്രോസസിംഗ് ഏതിൽ വരും? മാനുഫാക്ചറിംഗ് ആണ്. അപ്പൊ സെക്കൻഡറി. സെക്കൻഡറി സെക്ടർ സ്റ്റേജിലാണ് എപ്പോഴും വാല്യൂ അഡീഷൻ നടക്കുന്നത്. പ്രൈമറിൽ എന്താ? റോ മെറ്റീരിയൽ, റോ ആയിരിക്കും. വാല്യൂഷൻ നടക്കുന്നത്. അത് കഴിഞ്ഞ് അതിന്റെ ഫർദർ സർവീസ് കൊടുക്കുന്നതാണ് ടെറിഷറി സർവീസ് സെക്ടർ. ഓട്ടോമോട്ടീവ് എന്ന് പറയുമ്പോഴും ഏതായിരിക്കും? സെക്കൻഡറി സെക്ടർ ആയിരിക്കും. ഈ ക്ലാസിഫിക്കേഷൻ ക്വസ്റ്റ്യൻ വരുന്നത്. ലോഗിംഗ് belongs to primary sector, activity based on natural resources. Food processing and automotive belongs to secondary. Transport is service activity, tertiary sector. Okay. The following category of workforce, which category can be called as quaternary sector? Quaternary എന്ന് പറഞ്ഞത് നേരത്തെ ഞാൻ പറഞ്ഞത് അത് തന്നെയാണ്. നോളജ് എക്കോണമിയിൽ വരുന്നത്. നോളജ് എക്കോണമി സ്പെസിഫിക്കലി നോളജ്. അപ്പൊ അഗ്രികൾച്ചർ എന്ന് പറയുമ്പോൾ പ്രൈമറി, ബാങ്ക് സ്റ്റാഫ് എന്ന് പറയുമ്പോൾ ടെറിഷറി സർവീസസ് സെക്ടർ, സർവീസസ്. ഇൻഡസ്ട്രിയൽ വർക്കേഴ്സ് സെക്കൻഡറി സെക്ടർ ആണ്, മാനുഫാക്ചറിംഗ്. പിന്നെ ഫിസീഷ്യൻസ്, ഡോക്ടേഴ്സ് ആണ്. ഇവരാണ് നമ്മുടെ ക്വാട്ടർണറി അല്ലെങ്കിൽ നോളജ്. ഡോക്ടേഴ്സ് ഇവരാണ് ക്വാട്ടർണറി ഓർ നോളജ് സെക്ടർ, നോളജ് എക്കോണമി. അപ്പൊ ആക്ടിവിറ്റി പെർസ്യൂഡ് ബൈ ഫിസിഷ്യൻ ബിലോങ് ടു നോളജ് സെക്ടർ. ഇറ്റ് ടെറിഷറിയുടെ ഒരു സബ് ഗ്രൂപ്പ് ആണ്. ഓക്കെ. Economic reforms were introduced in India in the year 1991. Okay. 1991. ഇന്ത്യയിലെ 1991 പീരീഡിൽ ഭയങ്കര ഒരു ക്രൈസിസ് നടന്നു, ഫിനാൻഷ്യൽ ക്രൈസിസ്. അതിനെയാണ് ബാലൻസ് ഓഫ് പേയ്മെന്റ്, BOP, ബാലൻസ് ഓഫ് പേയ്മെന്റ് സിറ്റുവേഷൻ എന്ന് പറയുന്നത്. ബാലൻസ് ഓഫ് പേയ്മെന്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഫോറക്സ് റിസർവ്സ് വളരെ കുറവായിരുന്നു. ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ്സ് മെയിൻറ്റെയിൻ ചെയ്യും RBI. അന്നേരം അത് $1 billion ഉള്ളായിരുന്നു. $1 billion മാത്രമേ റിസർവ്സിൽ ബാക്കിയുള്ളൂ. $1 billion എന്ന് പറഞ്ഞാൽ 2 ആഴ്ചത്തെ ഇമ്പോർട്ട്സിനുള്ള പൈസയേ ഉള്ളൂ. 2 വീക്സിലേക്ക് ഇമ്പോർട്ട് ചെയ്യാനുള്ള പൈസ ഫോറിൻ കറൻസിയിലുള്ളൂ. പിന്നെ നമുക്ക് ഒത്തിരി ഡെപ്സ് ഉണ്ടായിരുന്നു, ഒത്തിരി ഹൈ ഡെപ്സ് ഉണ്ടായിരുന്നു ഇന്റർനാഷണൽ ഏജൻസീസിന്റെ. അപ്പൊ ഇതൊന്നും റീപേ ചെയ്യാൻ പറ്റുന്നില്ല, കാരണം നമ്മുടെ ഫോറിൻ കറൻസി ഇല്ല, ഫോറിൻ റിസർവ്സ് വളരെ കുറവാണ്. അങ്ങനെ വരുമ്പോഴാണ് അപ്പൊ നമ്മൾ, കാരണം വർഷങ്ങളോളം നമ്മൾ എക്സ്പോർട്ട് ഒന്നും വളരെ കുറവായിരുന്നു, ഇമ്പോർട്ട് ആയിരുന്നു സാധനങ്ങൾ കൂടുതൽ ചെയ്യുന്നത്. അപ്പൊ ഒത്തിരി നമ്മൾ എക്സ്പോർട്ട് ഒന്നും ഇല്ല. എക്സ്പോർട്ട് ചെയ്താലല്ലേ നമുക്ക് ഫോറിൻ കറൻസി കിട്ടത്തുള്ളൂ. എക്സ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മൾ എക്സ്പോർട്ട് ചെയ്യുമ്പോൾ അവർ ഡോളറിലായിരിക്കും പേ ചെയ്യുന്നത്. അങ്ങനെയാണ് ഫോറക്സ് റിസർവ്സ് നമുക്ക് വരുന്നത്. ഇമ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ഫോറിൻ കറൻസി ഡിപ്ലീറ്റ് ആവും, നമ്മുടെ റിസർവ്സ് തീർന്നുകൊണ്ടിരിക്കും. നമുക്ക് അവർക്ക് പേയ്മെന്റ് ചെയ്യേണ്ട ഡോളറിലാണ്. അപ്പൊ നമ്മുടെ കയ്യിലുള്ള റിസർവ്സ് തീർന്നുകൊണ്ടിരിക്കും ഇമ്പോർട്ട് കൂടുതൽ ചെയ്യുമ്പോൾ. അപ്പൊ ഇമ്പോർട്ട് ഗ്രേറ്റർ ദാൻ എക്സ്പോർട്ട് ആയിരുന്നു. നമ്മുടെ ലോക്കൽ മാനുഫാക്ചറിങ് വളരെ കുറവായിരുന്നു, ലോക്കൽ മാനുഫാക്ചറിങ് ഒക്കെ പുവർ ആയിരുന്നു.
അപ്പൊ അങ്ങനെ വന്നു. അത് കഴിഞ്ഞ് എന്താ വെച്ചാൽ ആ സമയത്താണ് ഗൾഫ് വാർ നടന്നത്. മിഡിൽ ഈസ്റ്റിൽ ഗൾഫ് വാർ നടന്ന സമയം 1990. അല്ലേ? ക്രൂഡ് ഓയിൽ പ്രൈസ് ഒക്കെ ഭയങ്കരമായിട്ട് ഹൈ ആയി. ഇപ്പൊ ക്രൂഡ് ഓയിൽ നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്ന ഒരു ഐറ്റം ആണ്. ഇമ്പോർട്ടിന്റെ പ്രൈസ് ഒത്തിരി കൂടി. ഇപ്പൊ നമ്മുടെ ടോട്ടൽ കറൻസി സിറ്റുവേഷൻ വളരെ മോശം. അതിനെയാണ് ബാലൻസ് ഓഫ് പേയ്മെന്റ് എന്ന് പറയുന്നത്, ബാലൻസ് ഓഫ് പേയ്മെന്റ് ക്രൈസിസ്. അപ്പൊ അതിനുശേഷമാണ് നമ്മൾ എക്കണോമിക് പോളിസി മാറ്റി റിഫോം ചെയ്തു. അപ്പം അതിലാണ് നരസിംഹറാവു ആയിരുന്നു അന്നേരത്തെ പ്രൈം മിനിസ്റ്റർ. ഫിനാൻസ് മിനിസ്റ്റർ ആയിരുന്നു മൻമോഹൻ സിംഗ്. ഫിനാൻസ് മിനിസ്റ്റർ ആയിരുന്നു അതുവരെ. മൻമോഹൻ സിംഗ് RBIയിലെ ഗവർണർ ആയിരുന്നു. പിന്നെ പുള്ളിയെ ഇങ്ങനെ ക്രൈസിസ് വന്നപ്പോൾ ഫിനാൻസ് മിനിസ്ട്രിയിലോട്ട് എടുത്തു. അങ്ങനെ ഫിനാൻസ് മിനിസ്റ്റർ പുള്ളിയാണ് ഇപ്പൊ പുതിയ ബഡ്ജറ്റ് അവതരിപ്പിച്ച് കുറെ റിഫോംസ് വന്നത്. അതിനാണ് നമ്മൾ LPG എന്നൊക്കെ പറഞ്ഞത്. LPG റിഫോംസ് ആണ് ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ ആൻഡ് ഗ്ലോബലൈസേഷൻ. LPG റിഫോംസ് 1991 മൻമോഹൻ സിംഗ് നരസിംഹറാവു കൊണ്ടുവന്നു. അവരുടെ ബഡ്ജറ്റിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ്. അപ്പൊ അന്നേരം നമ്മൾ പുതിയ അതിൽ ഫോക്കസ് ചെയ്ത് എങ്ങനെ കുറച്ചുകൂടെ മാർക്കറ്റ്സ് അബ്രോഡ് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും, അവിടെ നിന്നുള്ള ആൾക്കാർ ഇങ്ങോട്ട് നമ്മുടെ സാധനങ്ങൾ പുറത്തോട്ട് പോകാൻ വേണ്ടി കുറെ അധികം പോളിസിയിൽ മാറ്റങ്ങൾ. സോ വാട്ട് വാസ് ദ പ്രൈമറി ഔട്ട്കം ഓഫ് ലിബറലൈസേഷൻ ആൻഡ് പ്രൈവറ്റൈസേഷൻ ഇനിഷ്യേറ്റീവ്സ് അണ്ടർ ന്യൂ എക്കണോമിക് പോളിസി 1991 പർസ്യൂഡ് ബൈ ദ ഗവൺമെന്റ്. ഇപ്പൊ ഇതിലെ ഔട്ട്കം എന്തായിരുന്നു വെച്ചാൽ മെയിൻ ഔട്ട്കം ഗ്ലോബലൈസേഷൻ ആയിരുന്നു. അതായത് നമ്മൾ ഇന്റർനാഷണൽ ട്രേഡ്, ഗ്ലോബലൈസേഷൻ എന്ന് വെച്ചാൽ നമ്മൾ ഇന്റർനാഷണൽ ട്രേഡ്, ഇന്റർനാഷണൽ ബ്രാൻഡ്സ് അവരെയൊക്കെ ഇങ്ങോട്ട് ഇൻവൈറ്റ് ചെയ്യും, അല്ലെങ്കിൽ അബ്രോഡ് നമ്മുടെ ട്രേഡ് വളർത്താൻ നോക്കി. അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. ലിബറലൈസേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ പോളിസീസ് പുറത്തു നിന്നുള്ള ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് അകത്തോട്ട് വരാനും അതിനൊക്കെ ലിബറലൈസേഷൻ. പിന്നെ എക്സിസ്റ്റിംഗ് ഗവൺമെന്റ് കൺട്രോളിൽ മാത്രം വർക്ക് ചെയ്യുന്ന സ്ഥാപനങ്ങളെല്ലാം പ്രൈവറ്റൈസ് ചെയ്തു. ഇപ്പൊ ആക്ച്വലി ഇന്ന് നമ്മൾ കാണുന്ന ICIC ഒക്കെ അല്ലേ, അതൊരു ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ് പോലത്തെ ഒരു സംഭവമായിരുന്നു 1994. അതൊക്കെ ഒരു ഗവൺമെന്റ് യൂണിറ്റ് ആയിരുന്നു. പിന്നീടാണ് അത് പ്രൈവറ്റൈസ്ഡ് ബാങ്ക് ആക്കിയത്. ഇന്ന് അത് പ്രൈവറ്റൈസേഷൻ ശേഷം ടോപ്പ് 5 ബാങ്ക്സിലാണ്. സോ അപ്പൊ അങ്ങനെ ഒത്തിരി കമ്പനീസ് പ്രൈവറ്റൈസേഷൻ ചെയ്തു, ലിബറലൈസേഷൻ ചെയ്തു. അതിന്റെ ഒക്കെ ഔട്ട്കം എന്ന് പറഞ്ഞാൽ ഗ്ലോബലൈസ്ഡ് എക്കോണമി, നമ്മളൊരു ഗ്ലോബലൈസേഷന്റെ ഭാഗമായി. ഓക്കെ, ഇതൊക്കെ പിന്നെ സെപ്പറേറ്റ് ആണ്. ഫിസിക്കൽ റിഫോംസ് എന്ന് പറഞ്ഞാൽ എന്താ, ബഡ്ജറ്റിലെ കൊണ്ടുവരുന്ന മാറ്റങ്ങളാണ്. ബഡ്ജറ്റിൽ നമ്മുടെ റവന്യൂ എക്സ്പെൻസും ഗവൺമെന്റ് എങ്ങനെ കൺട്രോൾ ചെയ്യുന്നു, അതാണ് ഫിസിക്കൽ. മോണിറ്ററി പോളിസി എന്ന് പറഞ്ഞാൽ RBIയുടെ പോളിസിയാണ്. അത് RBI മണി സപ്ലൈ കൺട്രോൾ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന മണി സപ്ലൈ, ഇൻഫ്ലേഷൻ, ഇൻട്രസ്റ്റ് റേറ്റ്, ഇതൊക്കെ തീരുമാനിക്കുന്നതാണ് മോണിറ്ററി പോളിസി. ഇൻഫ്ലേഷൻ, ഇൻട്രസ്റ്റ് റേറ്റ്. ഇപ്പൊ ഗ്ലോബലൈസേഷൻ ആയിരുന്നു ഇതിന്റെ നെക്സ്റ്റ്. LPG, ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ. ഓക്കെ, ഇതിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് എക്സ്പെക്ടഡ് ആണ്. ഗ്ലോബലൈസേഷന്റെ ഒബ്ജക്റ്റീവ്സ് മീറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ലിബറലൈസേഷൻ പ്രൈവറ്റ് ചെയ്തത്. സോ D ആണ് ആൻസർ. Okay, identify the valid statement. Keep in view the structural changes which have taken place in India post reform. പോസ്റ്റ് റിഫോം റിഫോമിന് മുമ്പ് അല്ല, പോസ്റ്റ് പ്രീ അല്ല, റിഫോമിന് ശേഷം ആഫ്റ്റർ റിഫോം. പോസ്റ്റ് റിഫോമിന് ശേഷം. Share of contribution by service sector in GVA far exceeded 50% in recent period. വെരി ഗുഡ്, ഇതാണ് കറക്റ്റ് ആൻസർ. ഈ ഗ്രോസ് വാല്യൂ ആഡഡ് നമ്മുടെ GDPയുടെ കാൽക്കുലേഷൻ ചെയ്യുമ്പോൾ വരുന്നതാണ് ഗ്രോസ് വാല്യൂ. സർവീസ് സെക്ടർ ആണ് ഇപ്പൊ നമ്പർ 1. ഇതൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്ക് ഈ പോയിന്റ്. ഷെയർ ഓഫ് അഗ്രികൾച്ചർ GVA കം ഡൗൺ ഫ്രം മോർ ദാൻ 50% താഴെ ആയിരുന്നു 1950-ലൊക്കെ. അഗ്രികൾച്ചറിൽ ഇപ്പൊ 19 to 20% ഉള്ളൂ. പണ്ട് അഗ്രികൾച്ചർ ആയിരുന്നു ഡോമിനേറ്റ് ചെയ്തുകൊണ്ടിരുന്നത്, മോർ ദാൻ 50% ആയിരുന്നു. നൗ അഗ്രികൾച്ചർ ഈസ് റീസെന്റ് 19 to 20 ആ ഒരു റേഞ്ചിലാണ് ഡാറ്റ. അഗ്രികൾച്ചർ 19 to 20. ഇൻഡസ്ട്രീസ് അറൌണ്ട് 27 to 28% ആണ് ഇപ്പൊ പ്രസന്റ്ലി. 27 to 28%. 1950s 14% ഉള്ളായിരുന്നു. അപ്പൊ അഗ്രികൾച്ചർ ഇപ്പൊ 19 to 20. ഇൻഡസ്ട്രീസ് ഇപ്പോഴത്തെ അവസ്ഥ 27 to 28. സർവീസസ് ആണ് ഇപ്പോഴത്തെ താരം. സർവീസസ് സ്റ്റഡിലി ഇൻക്രീസ് ഫ്രം 33%, ഇപ്പൊ 53 ആയി. 1950s 33% ഉള്ളായിരുന്നു, നൗ 53%. സോ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ ഇങ്ങനെ. അഗ്രികൾച്ചർ അറൌണ്ട് 19-20, ഇൻഡസ്ട്രി 27-28, സർവീസസ് ആണ് ക്ലോസ് ടു 53%. സോ ആൻസർ C ആണ്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. Make in India scheme announced by Government of India shall cover manufacturing, service and infrastructure. D. Correct. D. 25 sectors under manufacturing, infrastructure and service sector. ഇത് മൂന്നുണ്ട്. Manufacturing, infrastructure and service activities have been identified for coverage. IT, media, entertainment, service sector, port, railways, etc. and infrastructure are covered. Option D is the answer. Manufacturing, service and infrastructure. Startup India scheme has been launched by Government of India with a view to
സ്റ്റാർട്ടപ്പ് ഇന്ത്യ സ്കീം. എൻകറേജിങ് ഇന്നോവേഷൻ ആൻഡ് എന്റർപ്രണർഷിപ്പ് ആണ്. അത് തന്നെയാണ്. ഇതാണ് പുതിയ സ്റ്റാർട്ടപ്സിന് വേണ്ടിയാണ് ബേസിക്കലി. സോ സ്റ്റാർട്ടപ്സ് എന്ന് പറയുന്നത് പുതിയ എന്റർപ്രണേഴ്സിനെ എൻകറേജ് ചെയ്യാനും വേണ്ടിയാണ് സ്റ്റാർട്ടപ്പ് ഇന്ത്യ സ്കീം തുടങ്ങിയത്. ഫോക്കസ് ഓൺ സിംപ്ലിഫിക്കേഷൻ ആൻഡ് ഹാൻഡ് ഹോൾഡിംഗ്, ഫണ്ടിംഗ് സപ്പോർട്ട്, incentives and industry academic partnership and incubation. Initiative aims at discarding restrictive practicing policy, granting license permission for acquisition of land and depends FTA proposal to encourage entrepreneurs with enterprising and innovative ideas to start new ventures. ആണ് correct answer. What is the planning system obtained in our country? നമ്മുടെ പ്ലാനിംഗ് സിസ്റ്റം ഇതിൽ ഏത് കാറ്റഗറിയിൽ വരും? ഇന്ത്യയിലെ പ്ലാനിംഗ് സിസ്റ്റം സെൻട്രൽ പ്ലാനിംഗ്, കോമ്പാക്ട് പ്ലാനിംഗ്, മൾട്ടി ലെവൽ പ്ലാനിംഗ്, ഗവൺമെന്റ് ഡയറക്ടർ പ്ലാനിംഗ്. യെസ് ചെയ്യാമോ? ഓപ്ഷൻ എ അല്ലെങ്കിൽ ഡി ആവോ? ഇന്ത്യയിലെ സെൻട്രൽ പ്ലാനിംഗ്, കോമ്പാക്ട് പ്ലാനിംഗ് എക്കോണമി കൺട്രി. ഇപ്പം സിംഗിൾ ചൈന പോലത്തെ രാജ്യം, ചൈന, റഷ്യ ഒക്കെയാണ് ഈ കമാൻഡ് എക്കോണമി എന്ന് പറയുന്നത്. ഒരു മെയിൻ ആള് കാണും, മെയിൻ സെന്റർ കാണും, മാർക്സിസ്റ്റ് ലെനിൻ പ്രിൻസിപ്പിൾ, അവിടെ ഗവൺമെന്റ് ആയിരിക്കും മെയിൻ. ഇന്ത്യയിൽ മൾട്ടി ലെവൽ പ്ലാനിംഗ് ആണ്. അപ്പൊ നമ്മുടെ ഡീസെൻട്രലൈസേഷൻ പല ലെവലിലാണ്. സെന്റർ ഉണ്ട്, സ്റ്റേറ്റ് ഉണ്ട്, ഡിസ്ട്രിക്ട് ഉണ്ട്, ബ്ലോക്ക് ഉണ്ട്, ലെവലുണ്ട്. അങ്ങനെ പല ഗ്രൂപ്പായിട്ട് നമ്മൾ തിരിച്ചേക്കുവാണ്. ഡീസെൻട്രലൈസ്ഡ് ആണ് കുറെ അധികം എക്കോണമി. ഇപ്പം സെന്ററിൽ ഇപ്പം ഒരു സ്ട്രോങ് ലീഡർ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട്, പക്ഷെ നമ്മുടെ സ്ട്രക്ചർ ശരിക്കും ബ്ലോക്ക്, പഞ്ചായത്ത് ലെവൽ വരെ ഇങ്ങനെ ശരിക്കും കോൺസ്റ്റിറ്റ്യൂഷൻ ഡിവൈഡഡ് ആയിട്ടുള്ള ഒരു മൾട്ടി ലെവൽ പ്ലാനിംഗ് സിസ്റ്റം ആണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. ഓക്കെ. അപ്പൊ ആക്ച്വലി എല്ലാവർക്കും ബഡ്ജറ്റ് ഉണ്ടല്ലോ, അതുകൊണ്ട് പഞ്ചായത്ത് ലെവൽ വരെ സെപ്പറേറ്റ് ബഡ്ജറ്റ് ഉണ്ടാവും. മൾട്ടി ലെവൽ പ്ലാനിംഗ് സിസ്റ്റം ഉണ്ട്. ഓക്കെ. പ്ലാനിംഗ് കമ്മീഷൻ സെറ്റപ്പ് ബൈ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ. പണ്ട് നമ്മുടെ പ്ലാനിംഗ്, ഇപ്പോഴില്ല ഇത് പ്ലാനിംഗ് കമ്മീഷൻ. പണ്ട് പ്ലാനിംഗ് കമ്മീഷൻ ഇറ്റ് വാസ് സെറ്റപ്പ് ബൈ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ. വാസ് വാട്ട് കൈൻഡ് ഓഫ് ബോഡി? കോൺസ്റ്റിറ്റ്യൂഷൻ ബോഡി ആണോ, സ്റ്റാറ്റ്യൂട്ടറി ആണോ, അഡ്വൈസറി ആണോ? ഗവൺമെന്റ് സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. അല്ല, അഡ്വൈസറി. സ്റ്റാറ്റ്യൂട്ടറി അല്ലായിരുന്നു, അഡ്വൈസറി ബോഡി മാത്രമായിരുന്നു. സ്റ്റാറ്റ്യൂട്ടറി എന്ന് പറയുമ്പോൾ പാർലമെന്റിൽ ആക്ട് പാസ്സാക്കി ചെയ്യുന്ന ബോഡി, അങ്ങനത്തെ അല്ല, ജസ്റ്റ് ഒരു അഡ്വൈസറി ബോഡി മാത്രമായിരുന്നു. There is no reference to planning commission in constitution. അതിന്റെ ഐഡിയ അവിടുന്ന് വന്നെങ്കിലും ആ വാക്ക് മെൻഷൻ ചെയ്തിട്ടില്ല. അതൊരു എക്സ്ട്രാ കോൺസ്റ്റിറ്റ്യൂഷണൽ, ദാറ്റ് ഈസ് നോൺ കോൺസ്റ്റിറ്റ്യൂഷണൽ, നോൺ സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. ഒരു തിങ്ക് ടാങ്ക് ആയിരുന്നു, ജസ്റ്റ് ഒരു പോലെ അഡ്വൈസറി ബോഡി ആയിരുന്നു. and the Prime Minister ആയിരുന്നു എക്സ് ഒഫീഷ്യോ ചെയർമാൻ. സോ സി ഇസ് ദ കറക്റ്റ് ആൻസർ. ഇപ്പോഴും അങ്ങനെ തന്നെയല്ലേ? ഇപ്പോഴും അങ്ങനെ തന്നെയാണ് നീതി ആയോഗ് അല്ലേ? അപ്പൊ നീതി ആയോഗ് എന്നാണ്, അതിലും പ്രൈം മിനിസ്റ്റർ തന്നെയാണ് ചെയർമാൻ. അതെ, അതും ഈ പറഞ്ഞ സ്റ്റാറ്റ്യൂട്ടറി ഒന്നും അഡ്വൈസറി തന്നെയാണ്. അതെ. Who presides over the meeting of governing council of Niti Aayog? Prime Minister of India. Prime Minister of India അല്ലേ? അതെ. നീതി ആയോഗിന്റെ ജസ്റ്റ് ഞാനത് കൺഫേം ചെയ്തേക്കാം. സ്റ്റാറ്റ്യൂട്ടറി ആണോ, തിങ്ക് ടാങ്ക് ആണ്. അതെ, അതും തിങ്ക് ടാങ്ക് ആണ്. അപ്പം ജസ്റ്റ് ഒരു അഡ്വൈസറി ബോഡിയാണ്. ഓക്കെ, അത് കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി ഒന്നും അല്ല. ഇറ്റ് ഈസ് ഓൾസോ അഡ്വൈസറി ബോഡി. പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ ആണ് ഡിഫാക്ടോ ചെയർമാൻ. ആൻഡ് ഹി പ്രിസൈഡ്സ് ഓവർ മീറ്റിംഗ്സ് ഓഫ് ദി ഗവർണിംഗ് കൗൺസിൽ ഓഫ് നീതി ആയോഗ്. ഗവർണിംഗ് കൗൺസിലിൽ ആരൊക്കെ ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചീഫ് മിനിസ്റ്റേഴ്സ് ഓഫ് ഓൾ സ്റ്റേറ്റ്സ് ആൻഡ് ലെഫ്റ്റനന്റ് ഗവർണേഴ്സ് ഓഫ് യൂണിയൻ ടെറിട്ടറീസ് ആസ് മെമ്പേഴ്സ്. അപ്പൊ പ്രൈം മിനിസ്റ്റർ ചെയർമാൻ ആണ്. പിന്നെ ബാക്കി ഗവർണിംഗ് കൗൺസിൽ ആരൊക്കെ ഉണ്ട്? ചീഫ് മിനിസ്റ്റർ ഓഫ് ഓൾ സ്റ്റേറ്റ് ആൻഡ് ലെഫ്റ്റനന്റ് ഗവർണേഴ്സ് ഓഫ് യൂണിയൻ ടെറിട്ടറീസ്. ഇതുകൂടെ ഒന്ന് നോട്ട് ചെയ്തോണേ. ക്വസ്റ്റ്യൻ വന്ന പോലെ ഉണ്ടല്ലോ അല്ലേ ഇതിനകത്ത്? അല്ലേ ഇതിനകത്ത് വരാറുള്ളത് തോന്നുന്നു അല്ലേ? അതെ അതെ, ഇത് ഞാൻ ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ആണ് ചെയ്തേക്കുന്നത്. അപ്പം ഡെഫിനറ്റ്ലി ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരും. ദിവൻ ജസ്റ്റ് അറ്റ്ലീസ്റ്റ് ആ ടോപ്പിക്സ് ഏതൊക്കെയാണെന്ന് എഴുതി കൂടെ പോണേ. ക്വസ്റ്റ്യൻസിന്റെ റെക്കോർഡ് ചെയ്യുന്നുണ്ട് നമ്മൾ വീഡിയോ, എന്നാലും ജസ്റ്റ് ടോപ്പിക്സ് കൂടെ ഒന്ന് എഴുതി പോയേക്കണം. ക്വസ്റ്റ്യൻ എഴുതണ്ട, ജസ്റ്റ് ഏത് ടോപ്പിക് ആണെന്ന് എഴുതി പോയി. വിച്ച് 5-year plan was launched with the slogan ഗരീബി ഹട്ടാവോ? ഇത് ഇന്ദിരാഗാന്ധി പ്രൈം മിനിസ്റ്റർ ആയിരുന്നപ്പോഴത്തെ ഫേമസ് സ്ലോഗനാണ് ഗരീബി ഹട്ടാവോ, എലിവേറ്റ് പോവർട്ടി സ്ലോഗൻ. അത് ഏത് 5-year പ്ലാനിലാണ് ലോഞ്ച് ആയത്? ആൻസർ 6th 5-year പ്ലാൻ. 6th 5-year പ്ലാനിലാണ് റിമൂവ് പോവർട്ടി എന്ന് പറഞ്ഞിട്ടൊരു സ്ലോഗൻ വന്നത്. സ്ലോഗൻ ഓഫ് ഗരീബി വാസ് ഗിവൻ ടു ദ പ്രോഗ്രാം ബൈ ലോഞ്ചിങ് 6th പ്ലാൻ. 6th പ്ലാൻ ലോഞ്ച് ചെയ്തപ്പോഴാണ് ഗരീബി ഹട്ടാവോ സ്ലോഗൻ. ഇങ്ങനെ ഒരു സ്കീം കേട്ടിട്ടുണ്ടോ? MP ലാഡ് സ്കീം. MP ലാഡ് സ്കീം കേട്ടിട്ടുണ്ടോ ഇതിനെപ്പറ്റി? ഇത് നമ്മുടെ പല സ്റ്റാൻഡുകളിലും അല്ലെ ചില ഓഫീസുകളിലും ആശുപത്രിയിലൊക്കെ എഴുതി വെക്കും, MP ലാഡ് സ്കീം പ്രകാരം, MP ലാഡ് ഫണ്ടിൽ നിന്ന് നിർമ്മിച്ചത്. അപ്പൊ MP ലാഡ് എന്താണെന്ന് വെച്ചാൽ മെമ്പർ ഓഫ് പാർലമെന്റ് ലോക്കൽ ഏരിയ ഡെവലപ്മെന്റ് സ്കീം. MP മാരുടെ ലോക്കൽ ഏരിയ ഡെവലപ്മെന്റ് ചെയ്യാൻ വേണ്ടി അവർക്ക് കിട്ടുന്ന സ്കീമാണ്. അവർക്ക് അതിൽ ഇത്ര ഫണ്ട് അലോട്ട് ചെയ്യും ഗവൺമെന്റ് MP ആയി കഴിഞ്ഞാൽ. അപ്പൊ അതിൽ നിന്നാണ് അവർക്ക് അവരുടെ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ എന്തെല്ലാം ഡെവലപ്മെന്റ് ചെയ്യണം അതിനുള്ള ഫണ്ടിങ് വരുന്നത് ആ സ്കീം പ്രകാരമാണ്. ഓക്കെ. അപ്പം ഈ സ്കീം നടത്തുന്നത് ഹു ഹാസ് ബീൻ എംപവേർഡ് ടു അഡ്മിനിസ്റ്റർ
മെമ്പർ ഓഫ് പാർലമെന്റ് ലോക്കൽ ഏരിയ ഡെവലപ്മെന്റ് സ്കീം. ആരാണ് ഈ സ്കീം അഡ്മിനിസ്റ്റർ ചെയ്യുന്നത്? പ്രൈം മിനിസ്റ്റർ ഓഫീസ്, പാർലമെന്ററി അഫയേഴ്സ് മിനിസ്ട്രി, അർബൻ ഡെവലപ്മെന്റ്, സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോഗ്രാം ഇംപ്ലിമെന്റേഷൻ. ഇതാണ് ആൻസർ. മിനിസ്ട്രി ഓഫ് Statistics. സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോഗ്രാം. പണ്ട് റൂറൽ ഡെവലപ്മെന്റ് ആയിരുന്നു, പക്ഷെ ഇപ്പം മിനിസ്ട്രി ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് MPLAD സ്കീം അഡ്മിനിസ്റ്റർ ചെയ്യുന്നത്. ഓപ്ഷൻ ഡി ഇസ് ദ കറക്റ്റ്. വാട്ട് ഡു യു മീൻ ബൈ ഡിസ്ഗൈസ്ഡ് അൺഎംപ്ലോയ്മെന്റ്? ഡിസ്ഗൈസ്ഡ് അൺഎംപ്ലോയ്മെന്റ്, ഡിസ്ഗൈസ്ഡ് അൺഎംപ്ലോയ്മെന്റ് ഒന്ന് ക്വസ്റ്റ്യൻസിൽ നിന്ന് തന്നെ ഗസ് ചെയ്യാൻ പറ്റും. Disguised അല്ലേ? ഉം. ടൈപ്പ് ഓഫ് നമ്മളെ പീപ്പിൾ എംപ്ലോയ്ഡ് സ്റ്റാറ്റഡ് ആക്ടിവിറ്റി ഡിസ്ഗൈസ്ഡ് ആണ് അല്ലേ? അതെ, ഡിസ്ഗൈസ് എന്ന് പറഞ്ഞാൽ വേഷം മാറി അല്ലെങ്കിൽ ഡിസ്ഗൈസ്. അപ്പൊ അതിൽ നിന്ന് ഒരു ആ വേർഡിൽ നിന്ന് ഗസ് ചെയ്ത് നോക്കി ഏതായിരിക്കും ആൻസർ. ടൈപ്പ് ഓഫ് അൺഎംപ്ലോയ്മെന്റ് where people employed are more than actually needed. സി ആണ് ആൻസർ. People are more than actually needed അല്ലേ? അതായത് നമ്മൾ അത്ര പേര് ജോലി ചെയ്യുന്നുണ്ട്, പക്ഷെ ശരിക്കും ആ ഒരു ഡിസ്ഗൈസ്ഡ് ആണ്. ശരിക്കും അത്രയും പേർക്ക് അവിടെ ജോലി ഇല്ല. മനസ്സിലായോ? ശരിക്കും അവർ പ്രൊഡക്ടിവിറ്റി 0 ആണ്. ശരിക്കും അതൊരു അൺഎംപ്ലോയിഡ് സിറ്റുവേഷൻ തന്നെയാണ്. ഇപ്പൊ നമ്മൾ പലയിടത്തും പല കടകളിലാണെങ്കിലും അല്ലെങ്കിൽ ഷോപ്പിൽ കാണാം, ചിലപ്പോൾ 10 പേര് നിൽക്കുന്നുണ്ടായിരിക്കും. അതിൽ ശരിക്കും ആ പണി 4-5 പേരെ പ്രൊഡക്റ്റീവ് ആയിട്ട് ചെയ്യുന്നുള്ളൂ. അത്രയും ആൾക്കാരെ കൊണ്ട് തീർക്കാവുന്ന പണിയേ ഉള്ളായിരിക്കും. പക്ഷെ കുറെ പേര് ആവശ്യമില്ലാണ്ട് എംപ്ലോയിഡ് ആയിട്ട് നിൽക്കുന്നുണ്ട്. ഏജം ഇപ്പൊ ആറിനെ പറ്റി ഇങ്ങനെ കാണിക്കും ഡിസ്ഗൈസ്ഡ് അൺഎംപ്ലോയ്മെന്റ്. അതല്ലെങ്കിലും നമുക്ക് എപ്പോഴും കേൾക്കുന്നത് അത് എല്ലായിടത്തും എല്ലാവരും ഡിസ്ഗൈസ്ഡ് അൺഎംപ്ലോയ്മെന്റ് ആണ്. പാർട്ട് ഓഫ് ലേബർ ഫോഴ്സ് ഇസ് ഐദർ ലെഫ്റ്റ് വിതൗട്ട് വർക്ക് or is working in a redundant manner such that worker productivity is either 0 or quite low. An economy demonstrates disguised unemployment when productivity is low and too many workers are filling too few jobs. Too many workers are filling too few jobs. So C ആണ് ആൻസർ. Disguised. Okay. Study the following options and identify causative factor of low capital formation in an economy. Capital formation. Economy capital formation എന്താന്ന് വെച്ചാൽ ഗവൺമെന്റ് നല്ലപോലെ ഇൻഡസ്ട്രീസ്, ഫാക്ടറീസ്, എഡ്യൂക്കേഷൻ സിസ്റ്റം, നല്ല എഡ്യൂക്കേഷൻ സിസ്റ്റം, നല്ല സ്കിൽഡ് ആയിട്ടുള്ള ലേബർ ഉണ്ട്. ഇതെല്ലാം ആണ്. പിന്നെ നല്ല ഇൻഫ്രാസ്ട്രക്ചർ, ഹെൽത്ത്, അങ്ങനത്തെ നല്ല ഇൻഫ്രാസ്ട്രക്ചർ, ഹെൽത്ത്, എഡ്യൂക്കേഷൻ, ഇൻഡസ്ട്രി, ഫാക്ടറി, ഇതൊക്കെ നല്ലപോലെ വരുമ്പോഴാണ് ക്യാപിറ്റൽ ഫോർമേഷൻ. ഇതിലോട്ടൊക്കെ ഫണ്ട് പോകുമ്പോഴാണ് ക്യാപിറ്റൽ ഫോർമേഷൻ എന്ന് വരുന്നത്. ഐഡന്റിഫൈ ലോ ക്യാപിറ്റൽ ഫോർമേഷൻ ആണ് ചോദിച്ചേക്കുന്നത്. ലോ ക്യാപിറ്റൽ ഫോർമേഷൻ ലോ. പിന്നെ അതുപോലെ സേവിങ്സ്, നല്ലപോലെ സേവ് ചെയ്യുന്ന എക്കോണമി, സേവിങ്സ് ഇൻവെസ്റ്റ്മെന്റ് ആൾക്കാർ നല്ലപോലെ ചെയ്യുന്ന ഒരു ത്രൈവിംഗ് ഇക്കോണമി. അതാണ് നല്ലപോലെ ക്യാപിറ്റൽ ഫോർമേഷൻ ഉള്ള ഒരു എക്കോണമി. ഇതെന്ന് ചോദിച്ചേക്കുന്നത് ലോ ക്യാപിറ്റൽ ഫോർമേഷൻ ഇൻ ആൻ എക്കോണമി. അതിന്റെ പോസിറ്റീവ് ഫാക്ടർ, അതിന്റെ കോസ് ഇൻഫ്ലേഷനറി. അതെ, ഇൻഫ്ലേഷൻ കൂടുമ്പോഴാണ് ആൾക്കാർക്ക് അത്ര സേവിങ്സോ അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഇൻവെസ്റ്റ്മെന്റോ ഒന്നും വരത്തില്ല. അപ്പം അവർക്ക് ക്യാപിറ്റൽ ഫോർമേഷൻ ഡിഫിക്കൽട്ട് ആവും. ഓക്കെ, സോ ലോ ആണ് ചോദിച്ചേക്കുന്നത്. ഹൈ ആയിരുന്നെങ്കിൽ ഇതായിരുന്നു, നല്ല സ്പെൻഡിങ് ഉണ്ട്, സോഷ്യോ എക്കണോമിക് ഡെവലപ്മെന്റ്. ഇത് ലോ എന്ന് പറയുമ്പോൾ ഇൻഫ്ലേഷൻ ഇസ് ദ കോസ്. സോ ഇതൊക്കെയാണ് ലോ സേവിംഗ്, ഇൻഫ്ലേഷൻ, ഇൻആഡിക്വേറ്റ് ഇൻവെസ്റ്റ്മെന്റ്, ടാക്സേഷൻ, ഇൻസെക്യൂരിറ്റി, ലാക്ക് ഓഫ് അലൈഡ് ഫെസിലിറ്റീസ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ, unequal distribution of income and wealth are factors for low capital formation in an economy like India. Okay. Next one. Why India is vulnerable to impact of climate change? Why India is vulnerable to impact of climate change? Going to structural change in economy. Climate change ബാധിക്കുന്ന ആരെയായിരിക്കും? agriculture. Over dependence of population on agriculture ആണ്. കറക്റ്റ്. അവരാണ് ക്ലൈമറ്റ് ചേഞ്ചിന് വൾണറബിൾ ആയിട്ടുള്ള ഗ്രൂപ്പ് ഏത്? അഗ്രികൾച്ചറൽ ആൾക്കാരാണ്. അഗ്രികൾച്ചറിലെ ആൾക്കാർ ഒത്തിരി പേര് നമ്മുടെ അഗ്രികൾച്ചർ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് ഇപ്പോഴും. അപ്പം അവിടെയും ആക്ച്വലി അഗ്രികൾച്ചർ സെക്ടറിൽ ഒത്തിരി ഡിസ്ഗൈസ്ഡ് അൺഎംപ്ലോയ്മെന്റ് ഉണ്ട്, ഒത്തിരി ഉള്ള ഫീൽഡാണ്. അപ്പം ആക്ച്വലി നമ്മുടെ പോപ്പുലേഷൻ, നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത GVA, ഗ്രോസ് വാല്യൂ ആഡഡ് എത്രയാണ്? 20%, 19 to 20% എന്ന് പറയാം. പക്ഷെ എത്ര പെർസെന്റേജ് ഓഫ് പോപ്പുലേഷൻ ഇതിൽ ചോദിച്ചാൽ 50%ഓളം അഗ്രികൾച്ചറിലെ വർക്ക് ഫോഴ്സ് ഇപ്പോഴും നമ്മുടെ മനസ്സിലായി. വർക്ക് ഫോഴ്സ് അൺഓർഗനൈസ്ഡ് ആയിട്ടുള്ള സെക്ടറാണ്. അവിടെയാണ് 50%. പക്ഷെ അവരുടെ കോൺട്രിബ്യൂഷൻ എത്ര വരുന്നത്? 15 to 20%, അല്ല സോറി 19 to 20% എന്ന് പറയാം. അപ്പൊ 50% ആൾക്കാരെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഔട്ട്പുട്ട് ഇത്രയേ ഉള്ളൂ. അപ്പം അത്രയും ആൾക്കാർ അവിടെ നിൽക്കേണ്ട ആവശ്യമില്ല ഇത്ര ഔട്ട്പുട്ടിന് വേണ്ടി. അപ്പൊ എന്തോ സംതിങ് റോങ് ആണ്. ഓവർ ഡിപെൻഡൻസ് ഓഫ് പോപ്പുലേഷൻ ആണ്. ആൻഡ് അവർ ക്ലൈമറ്റ് ചേഞ്ച് വന്നപ്പോൾ അവരെല്ലാം വളരെയധികം വൾണറബിൾ ആണ്. ഇത്രയും വർക്ക് ഫോഴ്സ് അവിടെ ആണ്. മനസ്സിലായില്ലേ? ആ ഒരു വ്യത്യാസം ഓർത്ത് വെക്കണം. GVA എന്ന് പറയുമ്പോൾ എന്താണ്? ഔട്ട്പുട്ട് ആണ്. പെർസെന്റേജ് ഓഫ് പോപ്പുലേഷൻ നോക്കുമ്പോൾ അഗ്രികൾച്ചർ ആണ് ഇപ്പോഴും നമ്പർ 1. അഗ്രികൾച്ചർ
പിന്നെ എനിക്ക് തോന്നുന്നു അത് കഴിഞ്ഞ് സർവീസസ്, അത് കഴിഞ്ഞ് ഇൻഡസ്ട്രീസ്, അങ്ങനെയാണ്. ഓക്കെ, ഏതായാലും മോർ ദൻ 50% അഗ്രികൾച്ചറിലാണ് ഇപ്പോഴും. മെജോറിറ്റി ഓഫ് ഇന്ത്യൻ പോപ്പുലേഷൻ അഗ്രികൾച്ചർ അല്ലെങ്കിൽ പിന്നെ അൺഓർഗനൈസ്ഡ് സെക്ടേഴ്സ് ലാണ് കൂടുതൽ. ലാർജ് പോപ്പുലേഷൻ ഇസ് ഡിപെൻഡന്റ് അഗ്രികൾച്ചർ. ക്ലൈമറ്റ് ചേഞ്ച് ആൻഡ് ഡിസാസ്റ്റർ would impact agriculture, especially small and marginal farmers. അവരാണ് കൂടുതൽ. അഗ്രികൾച്ചറിൽ സ്മോൾ ആൻഡ് മാർജിനൽ ഫാമേഴ്സ് ആണ് കൂടുതൽ. അതുകൊണ്ട് it would impact the growth of the economy. B is the answer. Who has been assigned the responsibility of leveraging monitoring mechanism global multi-dimensional poverty index MPI? ഇന്ത്യ NRLM ആണ്. ആരാണ്? NRLM. അല്ലല്ല, നീതി ആയോഗിനെ തന്നെ ഏൽപ്പിച്ചേക്കുന്നത്. നീതി ആയോഗ് ആണ് ഇന്ത്യയിൽ ഇങ്ങനെ ഒരു ഇൻഡെക്സ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അത് യുണൈറ്റഡ് നേഷൻസ് ക്രിയേറ്റ് ചെയ്തത്, പക്ഷേ നീതി ആയോഗ് ത്രൂ ഇപ്പൊ ഇന്ത്യയിൽ ഇത് നടക്കുന്നുണ്ട്. ഗവൺമെന്റ് ഹാസ് എൻട്രസ്റ്റഡ് റെസ്പോൺസിബിലിറ്റി ഓഫ് ലെവറേജിംഗ് മോണിറ്ററിംഗ് മെക്കാനിസം ഓഫ് മൾട്ടി ഡയമെൻഷണൽ പോവർട്ടി ഇൻഡെക്സ് ടു ദ നീതി ആയോഗ്. നീതി ആയോഗ് അതുകൊണ്ട് നാഷണൽ മൾട്ടി ഡയമെൻഷണൽ പോവർട്ടി ഇൻഡെക്സ് ഫോം ചെയ്ത് നോട്ട് ചെയ്തോണേ. നാഷണൽ മൾട്ടി ഡയമെൻഷണൽ പോവർട്ടി ഇൻഡെക്സ്. അതിനകത്ത് 12 ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട്. 3 കാറ്റഗറി, 3 കാറ്റഗറീസിലാണ് മൾട്ടി ഡയമെൻഷണൽ പോവർട്ടി ഇൻഡെക്സ് വരുന്നത്. അതിനകത്ത് ഹെൽത്ത് ഉണ്ട്, എഡ്യൂക്കേഷൻ ഉണ്ട്, സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ്. ഇത് വെരി ഇമ്പോർട്ടന്റ് ആണ്. ഹെൽത്ത്, എഡ്യൂക്കേഷൻ, സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ്, ഇതാണ് അതിന്റെ മെയിൻ ഡയമെൻഷൻ. ഇതിൽ പിന്നെ സബ് കാറ്റഗറി ചെയ്ത് ടോട്ടൽ 12 ഇൻഡിക്കേറ്റേഴ്സ്. ഹെൽത്ത്, എഡ്യൂക്കേഷൻ, സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ്. അപ്പൊ അങ്ങനെ ഓരോ സ്റ്റേറ്റ് വൈസ് നീതി ആയോഗ് റിപ്പോർട്ട് ഇറക്കാറുണ്ട്, അവരുടെ മൾട്ടി ഡയമെൻഷണൽ പോവർട്ടി ഇൻഡെക്സ് റാങ്കിങ് എത്രയാണ്. ഓക്കെ, സോ ബി ഈസ് ദ ആൻസർ. Which statement is true with regarding inflation theory? Understanding of inflation theory. ആദ്യം നമുക്ക് ഈ എക്സ്പ്ലനേഷൻ ഒന്ന് വായിക്കാം. ഇതൊന്ന് വായിച്ചു നോക്കാം. ഇൻഫ്ലേഷൻ ഷാൽ occur when aggregate demand grows faster than aggregate supply. ഓക്കെ, അതായത് ഇപ്പൊ ആപ്പിൾസ് ആണെങ്കിൽ ആപ്പിൾ 100 എണ്ണേ ഉള്ളൂ, പക്ഷെ ഡിമാൻഡ് 200 ആണ്. അങ്ങനെ വരുമ്പോൾ പ്രൈസ് റൈസ് ഓഫ് ഇൻഫ്ലേഷൻ വരും. അപ്പം ഡിമാൻഡ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ സപ്ലൈ. പിന്നെ ഇൻഫ്ലേഷൻ വരുന്ന എപ്പോഴാണെന്ന് വെച്ചാൽ ഇൻട്രസ്റ്റ് കട്ട് ഇൻ ഇൻട്രസ്റ്റ് റേറ്റ് ഷാൽ ഓഗ്മെന്റ് മണി സപ്ലൈ വിച്ച് വിൽ ഗോ ടു ഇൻക്രീസ് ട്രെൻഡ് ഇൻ ഇൻഫ്ലേഷൻ. ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കുമ്പോൾ എന്തിനാണ് RBI ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കുന്നത്? ലോൺ ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കുമ്പോൾ ആൾക്കാർ കൂടുതൽ കൺസ്യൂം ചെയ്യാൻ തുടങ്ങും, കൂടുതൽ ലോൺസ് എടുക്കും, മണി സപ്ലൈ കൂടും, അപ്പൊ സാധനങ്ങൾ കൂടും, അപ്പൊ ഡിമാൻഡ് കൂടും. പിന്നെ അഗൈൻ അതൊരു ഇൻഫ്ലേഷനിലോട്ട് പോകാൻ ചാൻസ് ഉണ്ട്. സോ ഇൻക്രീസ് ദ മണി സപ്ലൈ ഫാസ്റ്റർ ഡിമാൻഡ് ഗ്രോത്ത് വിച്ച് വുഡ് ഗോ ടു ഡിമാൻഡ് പുൾ ഇൻഫ്ലേഷൻ എന്ന് പറയാം. ടാക്സസ് ആർ ഇൻക്രീസ് ചെയ്യുമ്പോൾ പക്ഷേ ടാക്സസ് ആർ ഇൻക്രീസ്ഡ് ബൈ ഗവൺമെന്റ്, സെയിം ഗോ ടു ഇൻക്രീസ് പ്രൈസസ് ഓഫ് ദി പ്രൊഡക്റ്റ്. ഇപ്പൊ GST ഒക്കെ നേരത്തെ കൂടി വന്നപ്പോൾ എന്താ സംഭവിച്ചത്? കോസ്റ്റ് കൂടി, അപ്പം അഗൈൻ പ്രൈസ് കൂടി. GST കൂടുമ്പോൾ അപ്പൊ കോസ്റ്റ് പുഷ് ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. കോസ്റ്റ് അതുപോലെ ടാക്സ് കുറച്ചപ്പോൾ അഗൈൻ ഇൻഫ്ലേഷൻ കുറഞ്ഞു, റേറ്റ് കുറയുമ്പോൾ. അപ്പൊ ഇങ്ങനത്തെ 3 കോസ്റ്റ് പുഷ് ഇൻഫ്ലേഷൻ അങ്ങനെ വരും. പിന്നെ ഡിമാൻഡ് പുൾ ഇൻഫ്ലേഷൻ, ഇത് 2 ടൈപ്പ് ഉണ്ട്, ഡിമാൻഡ് പുൾ, കോസ്റ്റ് പുഷ്. ഇനി നമുക്ക് ഇനി ഓപ്ഷൻസ് ഒന്ന് വായിച്ചു നോക്ക്. വിച്ച് ഇസ് ട്രൂ? ഇതില് 3 തെറ്റാണ്, 1 ശരിയാണ്. Industry shall contribute to reduction of inflation. Demand money share supply shall contribute to demand decreased money supply. Increase in tax shall lead to cost. That's correct. Increase in tax shall lead to increase money supply also lead to demand pull inflation. Appo C and D increase ആണ്, decrease ആണ്. Option D. Option D is the correct answer. Increase in taxes shall lead to cost push inflation. Developing economies like India generally employs large proportion of work in which sector? Primary sector. Correct. Population കൂടുതൽ അവിടെ തന്നെയാണ്, പ്രൈമറി സെക്ടറിലാണ്. Based on your understanding of sectoral patterns of Indian economy, which observation is incorrect? Wrong ഏതാണ് ഇതിൽ? Large workforce in India is in the organized sector. അതാണ് wrong ആണ്. അതെ, ഇതാണ് wrong. So this is the answer. 92% of workforce is employed in unorganized sector in our country. Okay, note ചെയ്തേക്കാം. Agriculture is the main occupation of most of population. ബാക്കി എല്ലാ സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണ്. ക്വാട്ടർണറി എന്ന് പറഞ്ഞാൽ ടെർഷ്യറി സബ് സെക്ടർ ആണ്. സെക്കൻഡറി സെക്ടർ കവേഴ്സ് ഓർഗനൈസ്ഡ് സെക്ടർ, ജോബ് സെക്യൂരിറ്റി ഇസ് എൻഷുർഡ്, ഹെൻസ് എംപ്ലോയ്മെന്റ് റേറ്റ് ഇസ് ഇക്വിലിബ്രിയം. ജോയിന്റ് സെക്ടർ എന്ന് പറയുമ്പോൾ ഗവൺമെന്റും കൂടെ പബ്ലിക് കൺട്രോളോടുള്ള സ്റ്റേറ്റ് പാർട്ടിസിപ്പേഷൻ ഉള്ള വെഞ്ചേഴ്സ് ജോയിന്റ് സെക്ടർ എന്ന് പറയുന്നത്. പബ്ലിക് പ്രൈവറ്റ് രണ്ടും കൂടെ വരുമ്പോഴാണ് ജോയിന്റ് സെക്ടർ. അത് ഇറ്റ് ഫെസിലിറ്റേറ്റ്സ് റിഡക്ഷൻ ഓഫ് മോണോപ്പൊളി. അങ്ങനെ വരുമ്പോൾ മോണോപ്പൊളി കുറയത്തില്ല, ഗവൺമെന്റ് മാത്രമാണ് കൂടുതൽ മോണോപ്പൊളി ആവും. Option is inappropriate. Atmanirbhar Bharat Abhiyan launched in 2020, which is the focus. Atmanirbhar. To make India more self-reliant. Correct. Who brings out Human Development Report and Human Development Index on a regular basis?
ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് ആണ് ഹ്യൂമൻ ഡെവലപ്മെന്റ് UNDP ആണ്, യുണൈറ്റഡ് നേഷൻസ് യുണൈറ്റഡ് ഡെവലപ്മെന്റ് പ്രോഗ്രാം.